ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. കൂട്ടാനൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. 3 കപ്പ് പത്തിരിപ്പൊടി. ഇടിയപ്പം ഉണ്ടാക്കാൻ എടുക്കുന്ന പൊടിയാണ്. ഈ അളവിനനുസരിച്ച് ബാക്കിയെല്ലാം ചേർക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. പാകത്തിന് വെള്ളം ഒഴിക്കാം. ദോശമാവിൻ്റെ പോലെയാണ്. കുറേശ്ശെ വെള്ളം ചേർക്കാം. ഇത് കലക്കി വെച്ചിട്ട് നുറുക്കാനുള്ളതൊക്കെ റെഡിയാക്കാം. പൊടി ആയതുകൊണ്ട് ഒന്ന് സോക്കായി കിട്ടണം. ഇതപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി അടച്ചു മാറ്റി വയ്ക്കാം. വേണ്ടതെല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഒരു ബൗളുണ്ട്. തക്കാളി കഷ്ണാക്കിയത് ക്യാരറ്റിൻ്റെ തന്നെ അത്ര വേണം. ഇഞ്ചിയും പച്ചമുളകും നുറുക്കിയത് 2 ഇഞ്ച് ഇഞ്ചി കഷ്ണവും 4 പച്ചമുളകും ചേർത്തത്. സബോള നുറുക്കിയത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. പൊട്ടുകടല 3 ടേബിൾ സ്പൂൺ ഉണ്ട്. 2 തണ്ട് കറിവേപ്പില നുറുക്കിയതും കൂടി ഇത്രയും വഴറ്റിയിട്ട് എടുക്കാനുള്ളതാണ്. ചീനച്ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇഞ്ചി പച്ചമുളക് പച്ചമണൊന്ന് മാറട്ടെ. പൊട്ടുകടല ചൂടായാൽ മതി. വറുക്കാണ്ട് തന്നെ കഴിക്കുന്നതാണല്ലോ പൊട്ടുകടല. സബോള വഴന്ന് വെന്ത് വരണം. മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് മതിയാവും. ഇനി ക്യാരറ്റ് ചേർക്കാം. ഇതും ഒന്ന് വഴറ്റാം. നുറുക്കേണ്ട താമസമേ ഉള്ളൂ. ബാക്കിയൊക്കെ വേഗം ആയിക്കോളും. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളി നുറുക്കിയത്. കാലത്തേക്കാണെങ്കിൽ തലേദിവസം തന്നെ നുറുക്കിയാൽ എളുപ്പമാവും. ഇതിലെ ഇൻഗ്രീഡിയൻസ് ഇത്തിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. കറിവേപ്പില ചേർക്കാം. മല്ലിയില ഇഷ്ടമാണെങ്കിൽ മാവിലേക്ക് ചേർക്കാം. ഇനി ഓഫ് ചെയ്യാം. ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർക്കാം. കലക്കി വെച്ച മാവിലേക്ക് വഴറ്റിയത് ചേർക്കാം. ഇനി ഒരു ബൗൾ നാളികേരം കൂടി ചേർക്കാം. ക്യാരറ്റും തക്കാളിയും എടുത്ത് അതേ അളവിൽ തന്നെയാണ് നമ്മൾ നാളികേരം എടുക്കണേ. ഇത്തിരി കൂടി വെള്ളം ഒഴിക്കാം. ഇപ്പോൾ കൺസിസ്റ്റൻസി പാകമാണ്. 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിക്കോളും മാവ്. നല്ലോണം യോജിപ്പിക്കാം. അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കണത്. ദോശത്തട്ടിലും ഉണ്ടാക്കാം. ഇതാവുമ്പോൾ നല്ല ഷേപ്പിൽ ഒരേപോലെ കിട്ടും. നല്ലോണം ഇളക്കിയിട്ട് ഉഴുതലുകൊണ്ടൊന്ന് ചെറുതായിട്ട് പരത്തിയാൽ മതി. വേണമെങ്കിൽ ഇത്തിരി എണ്ണ ചേർക്കാം. ഇനി അടച്ചു വയ്ക്കാം. ഒരു 30 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ആവും. തിരിച്ചിടാം. ഈ സൈഡൊന്ന് ചൂടായാൽ മതി. വെന്ത് കഴിഞ്ഞല്ലോ. ഇനി ഇത് മാറ്റാം. അങ്ങനെ എല്ലാം ചുട്ടെടുക്കാം. ഇത് 2 കഴിച്ചാൽ തന്നെ ധാരാളമാണ്. കൂട്ടാനും പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളും കഴിച്ചോളും നല്ലോണം. ന്യൂട്രീഷ്യസ് ആണ്. നല്ല സ്വാദുണ്ട്. ഇഷ്ടമായ അടുത്ത കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.